നമസ്കാരം. ജമ്മു കാശ്മീരിലെ ഏറ്റവും പുതിയ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ലഷ്കർ-ഇ-തൊയ്ബ വിഭാഗമായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള പ്രവർത്തകനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സുരക്ഷാ ഏജൻസികൾ. ഇയാൾ ഒരു ഹാർഡ് കോർ തീവ്രവാദിയാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ഇയാളുടെ തലയ്ക്ക് 10 ലക്ഷം രൂപ പാരിതോഷികവുമുണ്ട്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ബേസ് ക്യാമ്പിൽ നിന്നാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. ഇയാളുടെ ഭാര്യ ഒരു ഇന്ത്യൻ വംശജയാണ്. നേരത്തെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ ജോലി ചെയ്തിട്ടുള്ള ഇയാൾ ഇപ്പോൾ ലഷ്കറിന്റെ റിക്രൂട്ട്മെന്റും ഭീകരരെ ഇന്ത്യയിലേക്ക് കടക്കാൻ സഹായിക്കുന്നതും കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ലഷ്കറിന്റെ ഓപ്പറേഷണൽ കമാൻഡറായി കണക്കാക്കപ്പെടുന്ന ഇയാൾ തീവ്രവാദ ഫണ്ടിങ്ങും കൈകാര്യം ചെയ്യുന്നുണ്ട്. NIA-യുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലാണ് ഇയാൾ. ജമ്മു കാശ്മീരിൽ ഖാസിം എന്ന വ്യക്തിയുമായി സമ്പർക്കം പുലർത്തിയതായി സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി താഴ്വരയിൽ നടന്ന നിരവധി ഭീകര ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇയാളാണ്. കഴിഞ്ഞ 2 മാസങ്ങളായി കേന്ദ്രഭരണ പ്രദേശം നിരവധി ഭീകരാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. കഴിഞ്ഞ മാസം തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസിനു നേരെ ഭീകരർ വെടിയുതിർത്തിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ 5 ഭീകരർ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിൽ ഒരു പാരാട്രൂപ്പർ ഉൾപ്പെടെ 2 സൈനികരും കൊല്ലപ്പെട്ടു. അമർനാഥ് യാത്ര നടക്കുന്ന സമയത്താണ് ആക്രമണം നടന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.